ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. നമ്മുടെ നെറ്റ് എക്സാം ഇങ്ങ് അടുത്തു അല്ലേ? എന്തായാലും ജൂൺ 22 ടു ജൂൺ 30 അതിനുള്ളിലാണ് നമ്മുടെ എക്സാംസ് ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല പഠിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ സെഷനിൽ നമ്മുടെ റിസർച്ച് ആപ്റ്റ്യൂഡിൽ വരുന്ന, അതായത് UGC നെറ്റ് പേപ്പർ 1 റിസർച്ച് ആപ്റ്റ്യൂഡിൽ വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ പഠിക്കരുത്. കാരണം എക്സാമിന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ചോദിക്കുന്നത്. ഓക്കെ, എപ്പോഴും നമുക്ക് നെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ എന്നൊന്നുമില്ല. ചിലപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പൊ എഡ്യൂക്കേഷൻ പേപ്പറിലൊക്കെ കൂടുതലും നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഏരിയാസ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ലെവലിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അത് കുട്ടികൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെ ചിന്തിക്കും ഇതിനുള്ളിൽ വല്ലതും ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ തവണ എഡ്യൂക്കേഷനിൽ പറ്റിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിന്റെ എല്ലാ ലെവലും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. വളരെ ഡീപ്പായിട്ടുള്ള കാര്യമാണെങ്കിലും അതിന്റെ ചെറിയ കാര്യമാണെങ്കിലും എല്ലാം നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇന്ന് നമ്മുടെ റിസർച്ചിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ കേട്ടാൽ മതി എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മുടെ കഴിഞ്ഞ റിസൾട്ട്, നമ്മുടെ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ കഴിഞ്ഞ റിസൾട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മുടെ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ആൻസർ ചെയ്യാം, എങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ JRF ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒന്നില്ലെങ്കിൽ JRF അല്ലെങ്കിൽ എന്തായാലും നെറ്റ് അല്ലെങ്കിൽ PhD ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും JRFനെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? സോ നമുക്ക് എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ. What do you consider as the main aim of interdisciplinary research? എന്താണ് ക്വസ്റ്റ്യൻ? What do you consider as the main aim of interdisciplinary research ആണ് അല്ലെ? We have 4 options. To reduce the emphasis of single subject in research domain, then to oversimplify the problem of research, to create a new trend in research methodology, then to bring out the holistic approach to research. ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് എന്താണ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്? നമ്മൾ ഇപ്പൊ ടീച്ചിങ് ആപ്റ്റ്യൂഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ 2 ഡിസിപ്ലിൻസിനെ അല്ലെങ്കിൽ 2ൽ കൂടുതൽ ഡിസിപ്ലിൻസിനെ കമ്പൈൻ ചെയ്യാന്നുള്ളതാണ് അക്കാഡമിക് ഡിസിപ്ലിൻസ്. അതിലിപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയാം, നമുക്ക് ബയോ കെമിസ്ട്രി പറയാം, ദെൻ എന്ത് പറയാം, നമ്മുടെ എൻവയോൺമെന്റൽ സയൻസ് പറയാം അല്ലെ? അപ്പൊ അതൊക്കെ ഒരു ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇന്റർഡിസിപ്ലിനറി റിസർച്ച് ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ റിസർച്ചിൽ ഇപ്പൊ ഡാറ്റ കളക്ട് ചെയ്യുന്നതായിക്കോട്ടെ, മെത്തേഡ് യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഡാറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 2ൽ കൂടുതൽ അല്ലെങ്കിൽ ഡിഫറെന്റ് അക്കാഡമിക് ഡിസിപ്ലിൻസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇന്റർഡിസിപ്ലിനറി റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർഡിസിപ്ലിനറി റിസർച്ച്. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിലെ ആൻസർ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്താണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ 4, ടു ബ്രിങ് ഔട്ട് ഹോളിസ്റ്റിക് അപ്രോച്ച് ടു റിസർച്ച് ആണ്. എന്താണ്? ടു ബ്രിങ് ഔട്ട് ഹോളിസ്റ്റിക് അപ്രോച്ച് ടു റിസർച്ച് ആണ് അല്ലെ? ഈ ഒരു ഹോളിസ്റ്റിക് എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹോളിസ്റ്റിക് എന്ന് വെച്ചാൽ കോംപ്രിഹെൻസീവ്, ഓൾറൗണ്ട് എന്നൊക്കെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇവിടെ ഒന്ന് ചിന്തിക്കും, ടു റെഡ്യൂസ് ദ എംഫസിസ് ഓഫ് സിംഗിൾ സബ്ജക്ട് ഇൻ റിസർച്ച് ഡൊമൈൻ, അത് എന്തായാലും വരില്ല എന്നറിയാം. ദെൻ ടു ഓവർ സിംപ്ലിഫൈ ദ പ്രോബ്ലം ഓഫ് റിസർച്ച്, അതും വരില്ല എന്നറിയാം. പിന്നെ എവിടെയാണ് കൺഫ്യൂഷൻ വരിക? ടു ക്രിയേറ്റ് എ ന്യൂ ട്രെൻഡ് ഇൻ റിസർച്ച് മെത്തഡോളജി, ഇതൊക്കെയാണോ എന്ന് ചിലപ്പോൾ ആ ഒരു ടെൻഷനിൽ ചിന്തിച്ചേക്കാം അല്ലെ? സാധാരണ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഇത് നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി തന്നെ ഇതാണ് ആൻസർ എന്നുള്ളത് എത്താനായിട്ട് സാധിക്കും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻ വന്നാല് പ്രശ്നമാണ് അല്ലെ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ. ദ റിസർച്ച് ഈസ് ഓൾവേസ്, എത്ര ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ? പക്ഷെ ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തിയ ക്വസ്റ്റൻ അല്ല, ഇതൊക്കെ PYQ ആണ്. നമ്മുടെ പേപ്പർ 1 തന്നെ വന്ന എപ്പോഴേക്കോ ചോദിച്ചിട്ടുള്ള PYQs ആണത്. So the research is always exploring new knowledge ആണോ, then filling the gaps between the knowledge ആണോ, then verify the old knowledge ആണോ, then all the above ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ചിന്തിക്കും, നമുക്ക് ചിലപ്പോ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ഓപ്ഷനിലോട്ട് പോകും. പക്ഷെ പിന്നെയും നമ്മൾ ചിന്തിക്കും നെറ്റിൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമോ, അപ്പൊ ഇതായിരിക്കില്ല വേറെ ആയിരിക്കും എന്ന് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആദ്യം നമ്മുടെ
മൈൻഡിലോട്ട് വരുന്ന ആൻസർ ആയിരിക്കും മിക്കവാറും അതിന്റെ ആൻസർ. അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ എഴുതുന്ന സമയത്ത് അങ്ങനെയാണ് കേട്ടോ. അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. ഞാൻ ഇപ്പോഴും പറയുവാണ്, ചിലർക്ക് ചിലപ്പോൾ ആദ്യം തെറ്റായിരിക്കും തോന്നുന്നത്, പിന്നെ ആയിരിക്കും ശരി അവര് ഓർത്തെടുത്ത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി സ്റ്റുഡൻസിനും, ഇപ്പൊ ഞാൻ എന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ച കാര്യം നമുക്ക് പെട്ടെന്ന് ടെൻഷൻ ഫ്രീ ആണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിന്റെ ആൻസർ നമുക്ക് ആദ്യം തോന്നുന്ന ഓപ്ഷൻ ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ പിന്നെ നമ്മൾ അതിനെ ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോഴാണ് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനിലോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റിന് ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളുടെ രീതി എങ്ങനെയാണോ ആദ്യം, ചിലപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു 2 കാറ്റഗറി ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ട്, ഞാൻ ഉൾപ്പെടാത്ത വേറൊരു കാറ്റഗറി ഉണ്ട്. അപ്പൊ ഈ കാറ്റഗറിയിൽ ഏതാണ് നിങ്ങളെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എക്സാം ഹാളിൽ പോയിട്ട് ആൻസർ ചെയ്യാന്നുള്ളതാണ്. So the research is always exploring new knowledge. അത് ശരിയല്ലേ? അതുണ്ട്. Then filling the gaps between the knowledge. അതുണ്ടല്ലോ, അതുണ്ട്. Verifying the old knowledge, അല്ലേ? Verifying the old knowledge അതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ആൻസർ? All the above ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെ? ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The two main approaches of a research are. എന്താണ്? The two main approaches of a research are sampling and data collection and data analysis, surveys and questionnaires, then qualitative and quantitative. ഇതാണ് ഇവിടുത്തെ ഓപ്ഷൻസ്, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇതെല്ലാം റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ സാമ്പിളിംഗ് ആയിക്കോട്ടെ, ഡാറ്റ കളക്ഷൻ ആയിക്കോട്ടെ, ഡാറ്റ അനാലിസിസ് ആയിക്കോട്ടെ, ക്വസ്റ്റ്നെയേഴ്സ് ആയിക്കോട്ടെ, സർവേ ആയിക്കോട്ടെ, ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കൺഫ്യൂസ്ഡ് ആണ്, ഇതെല്ലാം റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ എന്നുള്ളത്. പക്ഷെ ഇവിടെ പറഞ്ഞത് ദ ടു മെയിൻ അപ്രോച്ചസ് ഓഫ് എ റിസർച്ച് ആണ്, അല്ലെ? ദ ടു മെയിൻ അപ്രോച്ചസ് ഓഫ് എ റിസർച്ച് ആണ്. സോ ഇവിടെ നോക്കിക്കേ, സാമ്പിളിംഗ് ആൻഡ് ഡാറ്റ കളക്ഷൻ അതൊരു അപ്രോച്ച് ആണോ? സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷനിൽ നിന്നും നമ്മളൊരു സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ, അതിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ ഡാറ്റ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതൊരു അപ്രോച്ച് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഡാറ്റ അനാലിസിസും ഒരു അപ്രോച്ച് അല്ല എന്ന് മനസ്സിലാക്കുക. ദെൻ സർവേ എന്ന് പറയുന്നത് ആക്ച്വലി റിസർച്ചിന്റെ അപ്രോച്ച് അല്ല, അതെന്താണ്? അത് മെത്തേഡ് ആണ്, അല്ലെ? മെത്തേഡ് ഓഫ് ദ റിസർച്ച് ആണ് സർവേ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്നെയേഴ്സ് എന്ന് പറയുമ്പോൾ ടൂൾസ് ഓഫ് എ റിസർച്ച് ആണ്, അല്ലെ? ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ടൂൾ ആണ് ക്വസ്റ്റ്നെയർ എന്ന് പറയുന്നത്. അപ്പൊ അതും ഒരു അപ്രോച്ച് അല്ല. അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ 4 ആണ്, ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. സോ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് അത് ടു അപ്രോച്ചസ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇത്ര കുറച്ച് സ്പീഡായിട്ട് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇനി അധികം ദിവസമൊന്നുമില്ല. അപ്പൊ ഇത് ഞാൻ ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, അല്ലെ? സാമ്പിൾ എന്താണ്, സാമ്പിളിംഗ് എന്താണ്, ഡാറ്റ കളക്ഷൻ എന്താണ്, സർവേ എന്താണ്, ക്വസ്റ്റ്നെയർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ പറയണം. അപ്പൊ അത് നിങ്ങൾക്ക് അറിയില്ല, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡെപ്ത് ഓഫ് എനി റിസർച്ച് ക്യാൻ ബി ജഡ്ജ്ഡ് ബൈ. എന്താണ്? ദ ഡെപ്ത് ഓഫ് എനി റിസർച്ച് ക്യാൻ ബി ജഡ്ജ്ഡ് ബൈ. ഡ്യൂറേഷൻ ഓഫ് ദ റിസർച്ച് ആണോ, ടൈറ്റിൽ ഓഫ് ദ റിസർച്ച് ആണോ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റിസർച്ച് ആണോ, ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ദി റിസർച്ച് ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ, അല്ലെ? അപ്പൊ ഇവിടെ ഡെപ്ത് ഓഫ് എനി റിസർച്ച് ആണ്. ഒരു റിസർച്ചിന്റെ ഒരു ഡെപ്ത്, ഒരു ആഴം എങ്ങനെയാണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും അതിന്റെ ഡ്യൂറേഷൻ കണ്ടിട്ടും അല്ല, അതിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കണ്ടിട്ടും അല്ല, അല്ലെ? ആ എക്സ്പെൻഡിച്ചർ, ഇത് ഇത്ര പൈസയായി, അല്ലെങ്കിൽ ഇത് ഇത്രയും ഞാൻ ടൈം എടുത്ത് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഉറപ്പായിട്ടും കാര്യമില്ല. അപ്പൊ ആ 2 കാര്യങ്ങൾ വരില്ല. പിന്നെ ഉള്ളത് ടൈറ്റിൽ ഓഫ് ദ റിസർച്ചും ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റിസർച്ചും ആണ്. അപ്പൊ നമുക്ക് ഒരു റിസർച്ചിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതിന്റെ ടൈറ്റിൽ മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. ഏത് കണ്ടു കഴിഞ്ഞാലാണ് അറിയുന്നത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി റിസർച്ച് ആണ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി റിസർച്ച് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇതിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, അല്ലെ? പക്ഷെ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ എടുത്ത ക്വസ്റ്റ്യൻസ് അല്ല, പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചൂസ് ചെയ്തതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റിസർച്ച് ക്യാൻ ബി കണ്ടക്ടഡ് ബൈ എ പേഴ്സൺ ഹൂ. ആർക്കാണ് റിസർച്ച് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആരാണ് റിസർച്ച് ചെയ്യേണ്ടത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ആർക്കാണ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ 1, possesses thinking and reasoning ability.
Option 2 is a hard worker. Option 3 holds a postgraduate degree. Then option 4 has studied research methodology. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി. എന്താണ് റിസർച്ച് ക്യാൻ ബി കണ്ടക്ടഡ് ബൈ എ പേഴ്സൺ? ഒരു ഹാർഡ് വർക്കർ മാത്രം ആയതുകൊണ്ട് ആൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല, അത് തെറ്റാണ്. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, അവർക്ക് PG ഉണ്ട്, PG ഉള്ള എല്ലാവർക്കും റിസർച്ച് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, അല്ലെ? അപ്പൊ അതും അവിടെ തെറ്റാണ്. ദെൻ റിസർച്ച് മെത്തഡോളജിനെ കുറിച്ച് ആൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അപ്പൊ ആൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏതാണ് കുറച്ച് നല്ല ആൻസർ? നമ്മൾ എപ്പോഴും ടീച്ചിങ് ആപ്റ്റ്യൂഡ് ആണെങ്കിലും റിസർച്ച് ആപ്റ്റ്യൂഡ് ആണെങ്കിലും ചെയ്യേണ്ട കാര്യം ഉള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യാം. അതായത് നിങ്ങളിപ്പോ വിചാരിക്കും ഞങ്ങൾ അങ്ങനെയല്ലേ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്, പക്ഷെ ടീച്ചിങ് ആപ്റ്റ്യൂഡിൽ ഇപ്പൊ 4 എണ്ണം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 4ഉം ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തോന്നാം, ചിലപ്പോൾ 4ഉം അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അത് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡിലും റിസർച്ച് ആപ്റ്റ്യൂഡിലൊക്കെ വരുന്ന കാര്യമാണ്. അപ്പോൾ ഉള്ളതിൽ ബെറ്റർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക, 4ഉം അതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ ഏതാണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. സോ ഏതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഓപ്ഷൻ 1 ആണ്. ദാറ്റ് ഈസ് possesses thinking and reasoning ability. അല്ലെ, ആൾക്ക് നന്നായിട്ട് ചിന്തിക്കാനും നല്ലൊരു റീസണിങ് എബിലിറ്റി ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം? ഒരു റിസർച്ച് ചെയ്യാം. അല്ലാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് റിസർച്ച് മെത്തഡോളജിനെ കുറിച്ച് അറിയുന്നത് കൊണ്ടോ ഒരു ഹാർഡ് വർക്കർ ആയതുകൊണ്ടോ മാത്രം കാര്യമായില്ല, അല്ലെ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വാളിറ്റി ഓഫ് റിസർച്ച് ഈസ് ജഡ്ജ്ഡ് ബൈ. എന്താണ് ദ ക്വാളിറ്റി ഓഫ് റിസർച്ച് ഈസ് ജഡ്ജ്ഡ് ബൈ? വി ഹാവ് 4 ഓപ്ഷൻ. നോക്കിക്കേ, റെലവൻസ് ഓഫ് റിസർച്ച് ആണോ, എക്സ്പീരിയൻസ് ഓഫ് റിസർച്ചർ ആണോ, മെത്തഡോളജി അഡോപ്റ്റഡ് ഇൻ കണ്ടക്ടിങ് ദ റിസർച്ച് ആണോ, ഡെപ്ത് ഓഫ് റിസർച്ച് ആണോ? അപ്പൊ ഇവിടെ ക്വാളിറ്റി ഓഫ് റിസർച്ച് അല്ലെ, എങ്ങനെയാണ് ഒരു റിസർച്ചിന്റെ ക്വാളിറ്റി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്? ക്വാളിറ്റി. അപ്പൊ ഇവിടെ റെലവൻസ് ഓഫ് ദ റിസർച്ച് ഉണ്ട്, എക്സ്പീരിയൻസ് ഓഫ് ദ റിസർച്ചർ ഉണ്ട്. അപ്പൊ ഒരിക്കലും ക്വാളിറ്റി, ഒരു റിസർച്ചിന്റെ ക്വാളിറ്റി നമുക്ക് ആ ഒരു റിസർച്ചറിനെ വെച്ച് റിസർച്ചറുടെ എക്സ്പീരിയൻസ് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? കാരണം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള റിസർച്ചർ ആണെങ്കിലും അവരുടെ റിസർച്ച് മോശമാവാറില്ലേ? ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു റിസർച്ചറുടെ റിസർച്ച് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലെ? അപ്പൊ അത് ഡിപ്പെൻസ് ആണ്, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്. ഇനി ഡെപ്ത് ഓഫ് ദ റിസർച്ച്, റിസർച്ചിന്റെ ഡെപ്ത് കണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ ക്വാളിറ്റി നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ റെലവൻസ് ഓഫ് റിസർച്ച്, റെലവൻസ് ഓഫ് റിസർച്ചിനെ കാട്ടിലും കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് മെത്തഡോളജി അഡോപ്റ്റഡ് ഇൻ കണ്ടക്ടിങ് ദ റിസർച്ച് ആണ്. എന്താണ്? മെത്തഡോളജി അഡോപ്റ്റഡ് ഇൻ കണ്ടക്ടിങ് ദ റിസർച്ച് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ എടുത്തത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് കാണിച്ചു, ഈ ക്വസ്റ്റ്യൻസിലെല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. അപ്പൊ അത്യാവശ്യം നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ഇത് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. കാരണം ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നെറ്റിൽ വളരെ റയർ മീൻസ് ഇപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇങ്ങനെ വരാറുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ നെറ്റ് ക്വാളിഫൈഡ് ആണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന രീതിയിലുള്ള എന്താണ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്, പക്ഷെ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഹയർ ലെവലിൽ പഠിക്കാം. ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ CCയിൽ ഇപ്പോൾ നെറ്റിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ നെറ്റിന്റെ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നോക്കിക്കേ, 30 ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ 30 ഡേയ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, അല്ലെ? അപ്പൊ ആ 30 ഡേയ്സിന്റെ ഇന്റൻസീവ് ബാച്ചിൽ നമ്മൾ മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റും അതുപോലെ എക്സാമിനേഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും തരുന്നുണ്ട്. പ്ലസ് നമ്മളെ ലൈവ് സെഷൻസും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു JRFിലോട്ട് എത്തിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 8086881144 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോന് താഴെ കമന്റ് ചെയ്യാന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.